മല്ലോ ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പ്രകടനം ദയനീയമായെങ്കിലും ബന്ധവൈരികളായ പാകിസ്ഥാനെതിരായ രണ്ടാം മത്സരത്തോടെ ടീം ഇന്ത്യ വിജയവഴിയിൽ. പ്രതീക്ഷ നിലനിർത്താൻ വിജയം അനിവാര്യമായ മത്സരത്തിൽ ഹർമൻപ്രീത് കൗറും സംഘവും പാകിസ്ഥാനെ വീഴ്ത്തിയത് 6 വിക്കറ്റിന്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 105 റൺസ്. മറുപടി ബാറ്റിംഗിൽ വേഗത കുറവായിരുന്നെങ്കിലും 7 പന്തും 6 വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ വിജയത്തിലെത്തി. ജയിച്ചെങ്കിലും ആദ്യ മത്സരത്തിൽ നേരിട്ട കനത്ത തോൽവിയോടെ ഇടിഞ്ഞുപോയ റൺ റേറ്റ് ഉയർത്താൻ ഈ മത്സരത്തിൽ കാര്യമായ ശ്രമം നടത്താതിരുന്നത് ടീമിന്റെ മുന്നേറ്റത്തെ ബാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിവരും. വിജയത്തിന്റെ വക്കിൽ ക്രീസിൽ നിലതെറ്റി വീണ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ തിരികെ കയറിയതും ഇന്ത്യക്ക് ആശങ്കയ്ക്ക് വക നൽകുന്നു. 35 പന്തിൽ 3 ഫോറുകൾ സഹിതം 32 റൺസ് എടുത്ത ഓപ്പണർ ഷഫാലി വർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 24 പന്തിൽ 1 ഫോർ സഹിതം 29 റൺസ് എടുത്ത് റിട്ടയർഡായി മടങ്ങി. 28 പന്തിൽ 1 ബൗണ്ടറി പോലും നേടാതെ 23 റൺസ് എടുത്ത ജെമീമ റോഡ്രിഗസ് ആണ് മികച്ച സംഭാവന നൽകിയ മറ്റൊരു താരം. ജെമീമ, റിച്ച ഘോഷ് എന്നിവരെ തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കി പാക് ക്യാപ്റ്റൻ ഫാത്തിമ സന ചെറുതായെന്ന് വിറപ്പിച്ചെങ്കിലും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഒരറ്റത്ത് ഉറച്ചുനിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തി. നേരിട്ട ഒരേ ഒരു പന്തിൽ ഡബിളുമായി മലയാളി താരം സഞ്ജന സജീവനാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. ദീപ്തി ശർമ്മ 8 പന്തിൽ 7 റൺസുമായി പുറത്താകാതെ നിന്നു. ഇന്ത്യക്കെതിരെ ലോകകപ്പ് വേദിയിൽ 98 റൺസ് വിജയകരമായി പ്രതിരോധിച്ച ചരിത്രമുള്ള പാകിസ്ഥാൻ പ്രതീക്ഷയോടെയാണ് ബോളിംഗിനെത്തിയത്. വേഗം കുറഞ്ഞ പിച്ചിൽ സ്പിന്നർമാരെ കൂട്ടത്തോടെ അണിനിരത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. ആദ്യ ഓവറിൽ സ്കോർ ബോർഡിൽ 4 റൺസ് മാത്രമുള്ളപ്പോൾ ഷഫാലി വർമ്മയെ പാക് ക്യാപ്റ്റൻ ഫാത്തിമ സന വിക്കറ്റിനു മുന്നിൽ കുരുക്കിയതായി അമ്പയർ വിധിച്ചെങ്കിലും ഉടനടി DRS ആവശ്യപ്പെട്ട് ഷഫാലി അമ്പയറെ തിരുത്തി. പന്തിന്റെ നീക്കത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത പ്രതലത്തിൽ ഇന്ത്യയുടെ പല ബൗണ്ടറി ശ്രമങ്ങളും ഡബിളിൽ ഒതുങ്ങി. പാക് താരങ്ങളുടെ മികച്ച ഫീൽഡിംഗും ഇന്ത്യൻ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായി. റൺ റേറ്റ് മെച്ചപ്പെടുത്തേണ്ട മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ബൗണ്ടറി വന്നത് 8ാം ഓവറിലാണ്. പവർ പ്ലേ ഉൾപ്പെടെ ബൗണ്ടറി ഇല്ലാതെ പിന്നിട്ടത് 7 ഓവറുകൾ. ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ക്രീസിൽ നിന്നപ്പോഴാണ് ഇതെന്ന് ഓർക്കണം. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ആകെ പിറന്ന 4 ബൗണ്ടറികളിൽ 3ഉം ഷഫാലിയുടെ വകയാണ്. പാകിസ്ഥാനായി ഫാത്തിമ സന 4 ഓവറിൽ 19 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ഫാത്തിമയ്ക്ക് അമ്പയർ കനിഞ്ഞു നൽകിയ 2 വിക്കറ്റുകൾ ഇന്ത്യൻ താരങ്ങൾ DRSലൂടെ തിരുത്തി. ഫാത്തിമയുടെ ആദ്യ ഓവറിൽ ഷഫാലി വർമ്മയും അവസാന ഓവറിൽ ദീപ്തി ശർമ്മയുമാണ് DRSലൂടെ രക്ഷപ്പെട്ടത്. സാദിയ ഇക്ബാൽ, ഒമൈമ സുഹൈൽ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.